ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാം എന്ന് പറയുന്നത് അൽ-ഇസ്നാദു മിനദ്ദീൻ, ഇസ്ലാം എന്ന് പറയുന്നത് ദീൻ നമ്മൾക്ക് കിട്ടേണ്ടത് ശരിയായ പരമ്പരയിലൂടെയാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. സനദും പരമ്പരയും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ തോന്നിയതുപോലെ ദീനിന്റെ പേരിൽ പറയും കേട്ടോ. അത്തരത്തിലുള്ള കള്ളവാദികളാണ് സമൂഹത്തിൽ ഇന്ന് പ്രചാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈമാനിനെ സൂക്ഷിച്ചോളണം, നരകത്തിയെ രക്ഷിച്ചോളണം. നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിലെത്തി നിൽക്കുമ്പോ നമ്മുടെ കണ്ണുകളെ കുറിച്ച്, നമ്മുടെ കാതുകളെ കുറിച്ച്, നമ്മുടെ മുഴുവൻ ചെയ്തികളെ കുറിച്ചും പരലോകത്ത് വിചാരണയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നീ എന്താ വിശ്വസിച്ചത്? നീ എന്താ ആചരിച്ചത്? നീ എന്താ പറഞ്ഞത്? നീ എന്താ കേട്ടത്? നീ എവിടെയാ പോയത്? നീ എന്തൊക്കെയാണ് ആസ്വദിച്ചത്? മുഴുവൻ കാര്യങ്ങൾക്കും കണക്ക് പറയേണ്ടി വരുമ്പോൾ ഉമ്മമാരെ, നമ്മുടെ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. മോനെ, മൊബൈൽ ദുരുപയോഗപ്പെടുത്തല്ല, ഇന്റർനെറ്റ് ദുരുപയോഗപ്പെടുത്തല്ല, വീട്ടിൽ ഇങ്ങനെ TV സ്ഥാപിച്ചിട്ട് സിനിമയുടെ മുമ്പിലിരിക്കല്ല മക്കളെ. ഈ പാലക്കാട് ജില്ലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയൊന്നും നടുക്കത്തോടെ ഓർക്കുകയാണ്. ഒരു വീട്ടിലതാ 15കാരി മുസ്ലിം പെൺകുട്ടി കയറിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു പോയി. എന്താണ് കാരണം? പത്രം എഴുതിയത്, ഈ കുട്ടി മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടും സിനിമയുടെ മുമ്പിൽ നിന്ന് നീക്കാതായപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ബാങ്ക് കൊടുത്തിരിക്കുകയാണ്, ഈ നേരത്തെങ്കിലും അതൊന്ന് ഓഫാക്ക് മോളെ എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വേദനിച്ചു പോലും. TV കാണാൻ, മഗ്രിബ് നിസ്കരിക്കാതെ TV കാണാൻ ഉമ്മ സമ്മതിക്കാതെ വന്നപ്പോൾ വാതിലടച്ച് കുട്ടിയതാ കെട്ടിത്തൂങ്ങി മരിച്ചുപോയില്ലേ. ഉമ്മമാരെ, ഇത് നമ്മുടെ വീട്ടിൽ ആവർത്തിക്കണോ? നന്നായി ചിന്തിച്ചോളണം, നന്നായി ആലോചിച്ചോളണം. മുസ്ലിമിന്റെ വീട് സിനിമാ ഹാളായി മാറിക്കൂടാ. മുസ്ലിമിന്റെ വീടുകളിൽ ഇങ്ങനെ മ്യൂസിക്കുകളുടെ ശബ്ദം വേണ്ട. നമ്മുടെ മൊബൈലുകളിൽ അങ്ങനെ ശബ്ദം വേണ്ട. മൊബൈലുകളിൽ മിസ് കോളുകൾ സൂക്ഷിച്ചോ. ഉമ്മയതാ ഒരു മിസ് കോള് വന്നപ്പോൾ പാടത്തേക്ക് ഇറങ്ങി, ഉപ്പയതാ അങ്ങാടിയിൽ മിസ് കോള് കാത്തിരിക്കുകയാണ്. മകളതാ മറ്റൊരു മിസ് കോള് വന്നപ്പോൾ തെങ്ങിൻതോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. മുസ്ലിം വീടുകളിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ എന്തൊരു പഴച്ച രൂപത്തിലുള്ള പോക്കാണ് സമുദായം പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. നമ്മുടെ വീട്ടിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ ഉമ്മ നിങ്ങൾക്ക് അധികാരമില്ലേ? ഉപ്പാ നിങ്ങൾക്ക് അധികാരമില്ലേ? നബിതങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരം നമ്മുടെ വീട്ടിൽ നടക്കരുത്, കാതുകൾ കൊണ്ടുള്ള വ്യഭിചാരം നടക്കരുത്, നാവ് കൊണ്ടുള്ള വ്യഭിചാരം നടക്കരുത്. അതാ ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ചൊരു പെണ്ണും പുറത്തിറങ്ങരുത്. അതാ ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പർദ്ദയണിഞ്ഞാലും ചുരിദാറണിഞ്ഞാലും ഏത് വേഷം ധരിച്ചാലും പരപുരുഷനെ ആകർഷിക്കുന്ന ആ നിലക്കുള്ള ഫിറ്റായ വളരെ ഇറുകിയ വസ്ത്രവും ധരിച്ചിറങ്ങുന്ന പെണ്ണേ, ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. മാത്രമല്ല വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാനാവില്ല കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. വസ്ത്രം തയ്ക്കാൻ കാശ് കൊടുക്കുന്ന ഉപ്പമാര് ശ്രദ്ധിച്ചോളണം. എന്റെ മകൾ അങ്ങനെ ഇറങ്ങിക്കൂടാ. ഒരുക്കി അയക്കുന്ന ഉമ്മമാര് ശ്രദ്ധിച്ചോളണം. കല്യാണത്തിന്റെ ദിവസം പോലും അതാ വൃത്തികെട്ട വേഷം ധരിക്കുന്നു. അതാ കുപ്പി പൊട്ടിക്കുന്ന തലേ ദിവസത്തെ മൈലാഞ്ചി കല്യാണം, അതാ വെടിപൊട്ടിക്കുന്ന, ഗാനമേള നടത്തുന്ന, ഡാൻസ് ആടുന്ന, അതുപോലത്തെ എല്ലാ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും നടത്തുന്ന വിവാഹത്തിന്റെ മാമാങ്കങ്ങൾ, അതുപോലെ തന്നെ ഒട്ടേറെ സമ്പ്രദായങ്ങൾ ഈ സമുദായം ഇങ്ങനെ ചെയ്തിട്ട് നാളെ മഹ്ശറിലെത്തിയിട്ട് നമുക്ക് അല്ലാഹനെ കാണണ്ടേ, നബിതങ്ങളെ കാണണ്ടേ. നബിതങ്ങൾക്ക് അതാ ഈ ലോകത്തോട് പഠിപ്പിച്ചു പോയ എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ട് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ? സാധ്യമല്ലല്ലോ. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടോളണം.
കൽപ്പനകളെ മാനിച്ചോളണം, തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നോളണം. നമ്മുടെ വീട് നമുക്ക് നിയന്ത്രിക്കാനാവില്ലെന്ന് വന്നാൽ ആ വീട്ടിൽ തന്നെ പിന്നെ നമുക്കെന്ത് സ്ഥാനമാണുള്ളത്? ആരാന്റെ കൂടെ പെൺകുട്ടികൾ ഒളിച്ചോടുന്നു. അതാ മിനിഞ്ഞാന്ന് ജുമാ ഖുത്ബ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ ഒരു സഹോദരൻ, അതാ ഗൾഫിലുള്ള ഒരു സഹോദരൻ എന്നോട് വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. വളരെ സങ്കടത്തോടെ പറയുകയാണ്. നാടിന്റെ പേര് ഞാൻ പറയുന്നില്ല, സ്ഥലം ഞാൻ പറയുന്നില്ല. 7ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ടിരിക്കുന്ന 13കാരി പെൺകുട്ടി തൊട്ടപ്പുറത്തുള്ള 2 വീടിന്റെ അപ്പുറമുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഊട്ടിയിൽ നിന്നും 40 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ലോഡ്ജിൽ വെച്ച് പിടികൂടിയിരിക്കുകയാണ്. പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങ് അപ്പുറത്തല്ലേ. നമ്മുടെയും വീടുകളിൽ ഇതൊക്കെ വരുന്നവര് കാലം പേടിച്ചോളണം. ഉമ്മമാരെ, ഉപ്പമാരെ, വീടുകളിൽ ഇതാ തോന്യാസമാണ് കാണുന്നത്. സീരിയലുകളിലും സിനിമകളിലും ഈ കെട്ടിപ്പിടിക്കലും ഉമ്മവെക്കലും ഈ അഴിഞ്ഞാട്ടവും തോന്നിവാസവുമല്ലേ കാണുന്നത്. അത് കാണാൻ അയൽ വീട്ടില് ജാതി മതഭേദമന്യേ ആളുകൾ വരികയാണ്. അവസാനമതാ എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കൂടെ കൊണ്ടുപോയി. മാനവും പോയി, പെണ്ണിന്റെ പരിശുദ്ധിയും പോയി. ഈ ഒരവസ്ഥ വരാതെ സൂക്ഷിച്ചോളണം പ്രിയപ്പെട്ടവരെ. റബ്ബിനെ ഓർത്തുകൊണ്ട് ആവശ്യപ്പെടുന്നു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധ വേണ്ട, ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട. പലിശ നമുക്ക് വേണ്ട. പലിശ തിന്നുന്നവന്റെ ഗതി നമുക്കറിയില്ലേ. പലിശക്ക് വേണ്ടി 5 കോടിക്ക് പണയം വെച്ചവന്റെ കയ്യിലാ തിരുമുടി എത്തിയതെന്നാ ചിലര് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോളണം. ഇങ്ങനെയുള്ള പലിശ കമ്പനിക്കാര്, പലിശ സ്ഥാപനത്തിന് വേണ്ടിയതാ പള്ളി വിറ്റിട്ട് പലിശക്ക് പണം വെക്കുന്നവരെ എന്ന്. അതാ പലിശപ്പള്ളി എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ അത് ഇവർക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോ നമുക്കൊരു പള്ളി കാണാം. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പോകുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു തന്ന ഗൂഡല്ലൂർക്കാരൻ, ഇതാ ഈ പള്ളിന്റെ പേര് പലിശപ്പള്ളി എന്നാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിക്ക് പലിശപ്പള്ളി എന്ന് പേരോ? നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പലിശപ്പള്ളി എന്ന് അങ്ങനെ ആൾക്കാരിട്ട പേരാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. സംഭവം അറബിന്റെ അടുത്ത് നിന്ന് കാന്തപുരത്തിന്റെ ആൾക്കാരാണ് കാശ് വാങ്ങി പള്ളി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. അറബി വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇവർ ആ കാശ് അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ടുപോയെടുത്തു. നല്ല ലാഭല്ലേ, പള്ളി അവിടെ കെട്ടെ പിന്നെ ഉണ്ടാക്കാലോ വിചാരിച്ചു. അറബി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഞാൻ ഇൻഷാല്ലാ പള്ളിപ്പണി കഴിഞ്ഞില്ലേ, ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു. അറബിയോട് സന്തോഷം, അമ്മ ഉണ്ടാക്കിയ പള്ളിയല്ലേ, കഴിഞ്ഞിട്ടില്ല അറിയാൻ പറ്റുമോ? റെഡിയാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അബ്ദുന്നൂറിനടുത്ത് നിന്ന് കാശ് പെട്ടെന്ന് തിരിച്ചിടൂല, സംവിധാനമില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇവർക്ക് കാശ് പെട്ടെന്ന് ഇത്ര ലക്ഷങ്ങൾ കിട്ടാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് ഗൂഡല്ലൂരിലെ അറിയപ്പെട്ട ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് മൊത്തം പണം കടം വാങ്ങി ഒരു പള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ആ പള്ളിക്ക് ആൾക്കാരപ്പം ഇതൊക്കെ പരസ്യമാർഗം പലിശപ്പള്ളി എന്ന് പേരിട്ടു. ഇപ്പൊ ആൾക്കാർ ആ പള്ളിക്ക് നിസ്കരിക്കാൻ കാരണമില്ല. കാരണം പലിശപ്പള്ളി അല്ലെങ്കിൽ നിസ്കരിച്ചാൽ ശരിയാവുന്ന ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ വിൽക്കാൻ നടക്കുകയാണ്, ആ പള്ളി വിൽപ്പനക്ക് വെച്ചിരിക്കുക. നമ്മളെ കയ്യിൽ നിന്ന് പോയ എങ്ങനെയെങ്കിലും ആൾക്കാർ നിസ്കാരം തുടങ്ങിയാലോ? ഈ രൂപത്തിലൊക്കെ പലിശ ഹലാലാക്കാൻ ആളുകൾ രംഗത്ത് വരുമ്പോ സൂക്ഷിച്ചോളണം പ്രിയപ്പെട്ടവരെ. ഹറാമായ ഒരു പൈസയും നമ്മുടെ വരുമാനത്തിലേക്ക് വേണ്ട. മദ്യപന്മാര് വർദ്ധിക്കുകയാണ്. അതാ മദ്യം രുചിക്കാത്ത ചെറുപ്പക്കാരനെ പുതിയാപ്പിളയായി കിട്ടാത്ത കാലമാണ്. നന്നായി സൂക്ഷിച്ചോളണം. ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വീടുകളിൽ ഖുർആനോത്ത് വേണം, ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അവിടെ വെച്ച് നിങ്ങൾ പ്രത്യേകം സൂറത്തുൽ ബഖറ ഓതിക്കോ. അൽ ബഖറ സൂറത്ത് ഓരോ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുന്നു. വീടുകളിൽ അതാ പുരുഷന്മാരെ പള്ളികളിൽ വെച്ച് ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കൂ. വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ പുണ്യം. ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ടുള്ളത്. ഖുർആനോത്ത് വീട്ടിൽ വേണം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഏതെല്ലാം ഉണ്ടോ ദിക്റുകൾ, നമ്മൾ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ദിക്റുകളാണ്, ദുആകളാണ്, തസ്ബീഹുകളാണ്. മറക്കാതെ പഠിച്ചോളണം, ചൊല്ലിക്കോളണം. അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാലല്ലാതെ മനസ്സമാധാനമില്ല. മരിക്കുന്ന നേരത്ത് കിടന്നു കൊടുക്കണ്ടേ? അതാ
എത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിലും ഒരു ബുദ്ധിജീവിക്കും റബ്ബിന്റെ ആ ശിക്ഷ വരുമ്പോൾ ജയിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? നമുക്കൊരു TV വാങ്ങുമ്പോ, ഒരു ടോർച്ച് വാങ്ങുമ്പോ, അതാ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ പോലും മേഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കെന്തൊരാവേശമാണ്. ജപ്പാന്റെ സാധനമാണെങ്കിൽ എനിക്ക് മതി, ജപ്പാനാണെങ്കിലേ എനിക്ക് വേണ്ടൂ എന്ന് പറയുന്ന ജനങ്ങൾ ഇന്ന് ചിന്തിച്ചോ, ഇന്ന് ജപ്പാനിൽ നിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്യപ്പെട്ടാൽ ജപ്പാനിൻ്റെതാണോ, ഇങ്ങോട്ട് ഇറക്കണ്ട, ലോകരാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു കാലത്ത് ലോകരാജ്യങ്ങൾക്ക് ജപ്പാന്റെ സാധനമേ വേണ്ടൂ. ഇന്ന് ജപ്പാനിൽ നിന്നൊരു സാധനം ഇറക്കുകയാണെങ്കിൽ ജപ്പാന്റെതാണോ ഞങ്ങൾക്ക് വേണ്ടാനാണ് പറയുന്നത്. ആലോചിച്ചു നോക്കണം. പടച്ച റബ്ബദാ എത്ര വലിയ സാങ്കേതിക വിദ്യയുള്ളവനാണെങ്കിലും സുനാമി അങ്ങടിച്ചപ്പോൾ കളിക്കോപ്പുകൾ കൂട്ടിയിട്ടതുപോലെയല്ലേ എയർപോർട്ടിൽ നിന്ന് നൂറുകണക്കിന് പ്ലെയിനുകൾ അതാ ഒലിച്ചുപോയത്, ബസ്സും കാറും ലോറിയും ഒഴുകിപ്പോയത്, വീടുകളതാ ഒന്നടങ്കം ഒലിച്ചുപോയത്. ചിന്തിച്ചു നോക്കൂ, എന്തൊരു ധിക്കാരമാണെന്നിട്ടും മനുഷ്യന്. അതൊക്കെ ടിവിയിൽ നമ്മൾ കണ്ടിട്ടും കുറച്ചു സമയം കഴിഞ്ഞപ്പോ പിന്നെയും നമ്മൾ ഡാൻസ് കണ്ടില്ലേ, പാട്ട് കണ്ടില്ലേ? എത്രയെത്ര നാടുകളെ അല്ല തകർത്തെറിഞ്ഞ രംഗം കണ്ടിട്ടും കാണുന്ന നേരത്ത് മാത്രം അല്ലാ എന്തൊരു പുതുമയാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞതല്ലാതെ ആത്മാർത്ഥതയോടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് അങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ പെണ്ണ് തുണിയടിച്ചിട്ടാടുന്നതല്ലേ മുസ്ലിമേ കണ്ടത്. അതേ, നിസ്കാരം പോലും ഒഴിവാക്കിയിട്ട് ഇന്ത്യ ജയിച്ചുവോ ശ്രീലങ്ക ജയിച്ചുവോ എന്ന് വെള്ളം പോലും കുടിക്കാതെ കാത്തിരിക്കുന്ന ഭാര്യയുടെ സമീപത്തേക്ക് വീടണയാതെ കാത്തിരിക്കുന്ന മക്കളെ ഒരു നോക്ക് കാണാൻ വീടണയാതെ നിസ്കാരത്തിന് പോകാതെ ജമാഅത്തിന് പോകാതെ ഇനി നിസ്കരിക്കാൻ പോയാൽ തന്നെ എത്ര റൺസ് എത്ര വിക്കറ്റ് എന്ന് മനസ്സിൽ നിയത്ത് വെച്ച് സലാം വിട്ടിയപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പോലും നേരമില്ലാതെ ആര് ഔട്ടായി എന്ന ചോദ്യവും ചോദിച്ച് പിന്നെയും ഈ പെട്ടിയുടെ മുമ്പിലേക്ക് ഓടിത്തിമർത്തെത്തുന്ന മുസ്ലിമേ, ഈ കളി എത്ര കാലമാണ്? ഈ വിനോദം എത്ര കാലമാണ്? മരണത്തിന്റെ മാലാഖ അതാ മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ കിടക്കുമ്പോ ഒന്ന് പിന്തിച്ചിട്ട് തരാമോ, ഞങ്ങൾ കേട്ടോളാം, ഞങ്ങൾ പഠിച്ചോളാം എന്ന് വിലപിക്കുന്ന നേരത്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വർത്തമാനമാണ്. ആ കെഞ്ചൽ കേൾക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ ആരുമില്ല. ഇനി ഖബറിലേക്കാണ് പോകാനുള്ളത്. ആ ഖബറിൽ കിടന്നിട്ടാണ് ഇനിയുള്ള അവസ്ഥ. എല്ലാവരും കൂടെ വരുന്നുണ്ട് ഖബറിലേക്ക്. പക്ഷേ ഖബറിന്റെ സമീപത്തെത്തി തിരിച്ചു പോരുകയല്ലാതെ നമ്മൾ നിസ്കരിച്ച നിസ്കാരമല്ലേ ഖബറിൽ കൂട്ടിനുള്ളത്, നോമ്പല്ലേ കൂട്ടിനുള്ളത്. ആ നേരത്തും അതിനൊന്നും തയ്യാറില്ലാതെ ഖബറിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് അതാ നമ്മുടെ റൂഹ് പിടിച്ച് നമ്മൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അദാബിന്റെ ശിക്ഷ, ആ കഠിന കഠോരമായ അടിയേറ്റ് പ്രഹരമേറ്റ് മനുഷ്യൻ ഖബറിൽ അതാ കഴിഞ്ഞുകൂടുന്ന നരകത്തിന്റെ യാതനയും അതുപോലെ തന്നെ കരിമ്പുകയും ചൂടുമേറ്റുകൊണ്ട് കഴിയേണ്ടി വരുന്ന അവസ്ഥ മുസ്ലിമേ നന്നായി ഓർത്തോളണം. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ വീട്ടിലെത്തുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇവിടെ എന്നെ കണ്ടവർ, ഞാൻ നിങ്ങളെ കണ്ടവർ, ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമോ എന്നറിയില്ല. എത്രയോ ആളുകൾ അതാ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. എത്രയോ നമ്മുടെ കളിക്കൂട്ടുകാർ ഇന്ന് ഖബറിടത്തിലല്ലേ, അമലല്ലാതെ കൂട്ടിനില്ലാത്ത ലോകത്തല്ലേ. അതുകൊണ്ട് മുസ്ലിമേ, ഈ തോന്നിവാസത്തിന്റെ സർവ്വ കളികളും വിനോദങ്ങളും നിർത്തിവെച്ചിട്ട് ഖുർആൻ പഠിച്ചോളണം, ഹദീസ് പഠിച്ചോളണം, സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചോളണം, റബ്ബിനെ മാത്രം വിളിച്ചു തേടിക്കോളണം. ഇസ്ലാമിന്റെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തിയിട്ട് സർവ്വ ഹറാമുകളോടും വിട പറഞ്ഞാൽ സ്വർഗം അവർക്കാണ്. അത്തരക്കാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.